നമ്മുടെ നാട്ടിൽ ഒരുപാട് അതിഥി തൊഴിലാളികളുണ്ട്. വയലാറിൻ്റെ ആദ്യത്തെ സിനിമാ ഗാനം എന്നാണ് എനിക്ക് തോന്നുന്നത്. കുട്ടികൾ വേണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരു ജനറേഷൻ കൂടിയാണിത്. ആദ്യത്തെ കൺമണി ആണായിരിക്കണം, ആരുമേ കണ്ടാൽ കൊതിക്കണം, അവൻ അച്ഛനെ പോലെ ഇരിക്കണം. ആദ്യത്തെ കൺമണി പെണ്ണായിരിക്കണം, അമ്മയെ പോലെ ചിരിക്കണം, മുഖം അമ്പിളി പോലെ ഇരിക്കണം. കന്നിയിൽ പിറന്നാലും കാർത്തിക നാളായാലും കണ്ണിനു കണ്ണായി തന്നെ ഞാൻ വളർത്തും, എന്റെ കണ്ണിനു കണ്ണായി തന്നെ ഞാൻ വളർത്തും. മഴമുകിലൊളി വർണ്ണൻ ഗോപാലകൃഷ്ണൻ കൊടമുല്ല കൊണ്ടൊരു കൊരലാരം കെട്ടി, കൊരലാരം കെട്ടി ഒഴുകിയിടും ആറ്റിന്റെ കൽപ്പടവിൽ ചാരി ഒരു കൊച്ചു സ്വപ്നത്തെ തഴുകിയിരുന്നു, തഴുകിയിരുന്നു. ഓ മനത്തിങ്കളിനോണം പിറക്കുമ്പോൾ താമരക്കുമ്പിളിൽ പനിനീര്. ഓണം പിറന്നാലും ഉണ്ണി പിറന്നാലും ഓരോ കുമ്പിൾ കണ്ണീര്, മണ്ണിനോരോ കുമ്പിൾ കണ്ണീര്. നമുക്ക് വീണ്ടും പാരന്റൽ പ്രണയത്തിൻ്റെ പാട്ടുകളിലേക്ക് പോകാം. അടുത്തത് നമുക്ക് എല്ലാ കുട്ടികൾക്കും നമുക്ക് വളരെ ഒരു നർച്ചർ, വളരെ നല്ല പാരന്റൽ മൊമെന്റ്സ് കൊടുക്കാൻ നമുക്ക് സാധിക്കണം. കുട്ടിയും അച്ഛനും അമ്മയും എല്ലാം ചേർന്ന് കളിക്കുന്ന, അവർ രാത്രി ഒന്നും ചെലവഴിക്കുന്ന നിമിഷങ്ങൾ, അത് ഏത് കുട്ടിയുടെയും സ്വപ്നമാണ്, അവകാശമാണ്. അത് വളരെ മനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്ന ഒരു പാട്ടുണ്ട്, കേൾക്കുക. ഇതിൽ ജയഭാരതി നസീർ, മാസ്റ്റർ രഘു, പത്മതീർത്ഥക്കരയിൽ ഒരു പച്ചില മാളികക്കാട്, വാണിജ്യമാണ് പാട്ട് പാടിയിരിക്കുന്നത്. ഇതിൽ ആ രംഗത്തിൻ്റെ സൗന്ദര്യം, ആ കുട്ടിയും അമ്മയും അച്ഛനും, കുട്ടി പാടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സൗന്ദര്യം. അവർ ഒന്നിച്ച് അച്ഛനും അമ്മയും കളിക്കുന്ന, ഒന്നിച്ച് നിൽക്കുന്ന ഒരു വളരെ സുന്ദരമായ ഒരു പാരന്റൽ പ്രണയത്തിൻ്റെ അവസ്ഥയാണ് ഈ പത്മതീർത്ഥക്കരയിൽ എന്നുള്ള പാട്ട്. ഇത് പറയുമ്പോൾ നമ്മൾ വേറൊരു കാര്യം കൂടെ പറയാതെ പോകാൻ പറ്റില്ല. ഒന്ന്, പാട്ട് കേൾക്കുക. വളരെ പ്രസിദ്ധമായ പാട്ട്, കൂടപ്പിറപ്പ് എന്ന ചിത്രത്തിലെ വയലാറിൻ്റെ ആദ്യത്തെ സിനിമാ ഗാനം എന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടപ്പിറപ്പിലെ തുമ്പി തുമ്പി വാവ തുമ്പത്തണലിൽ വാവ എന്നുള്ള പാട്ട് ഒരു കുട്ടി പാടുന്ന പാട്ടാണ്, വീണ്ടും പത്മതീർത്ഥക്കരയിൽ പോലെ തന്നെ. പക്ഷെ ഇവിടെ ഇത് കുട്ടി പാടുന്ന പാട്ടാണ്. അതുകൊണ്ട് ഒരു പാരന്റൽ പ്രണയത്തിൻ്റെ ഒരു എങ്ങനെയാണ് ഒരു ചിത്രം ഇവിടെ വരുന്നതെന്ന് ചോദിച്ചാൽ, അതിൽ കുട്ടി പറയുന്നത് അച്ഛനെ കുറിച്ചാണ് കുട്ടി വ്യാകുലപ്പെടുന്നത്. എത്ര കാടുകൾ എത്ര നാടുകൾ ഇത്ര നാളും കണ്ടു, കൊച്ചി കോട്ടകൾ കണ്ടു, ഒരു കൊച്ചെറണാകുളമുണ്ടോ, കാഴ്ചകൾ കണ്ടു നടന്നപ്പോൾ എൻ്റെ അച്ഛനെ അവിടെ കണ്ടു. അച്ഛനെവിടെ എന്നുള്ളതാണ്. കൊച്ചി കോട്ടകൾ കണ്ടോ, കൊച്ചെറണാകുളമുണ്ടോ,
എന്നെല്ലാം ചോദിക്കുന്നതും പിന്നെ പീലിച്ചുരുൾമുടി ചീകി ഒരു നീല കണ്ണട ചൂടി ഒരു കൊച്ചെലിവാലൻ മീശയുമായി എൻ്റെ അച്ഛനെ അവിടെ കണ്ടു എന്നും കരള് പുകഞ്ഞിട്ടമ്മ എൻ കവിളിൽ നൽകിയൊരുമ്മ കരിവാളിച്ച് ഒരു മറുകുണ്ടാക്കിയ കാര്യം അച്ഛൻ അറിഞ്ഞു എന്ന കുട്ടി ചോദിക്കുന്ന രംഗങ്ങളിലൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് അച്ഛൻ സ്ഥലത്തില്ല. ചുരുൾമുടി ചീകി ഒരു നീല കണ്ണട ചൂടി കൊച്ചലിവാലൻ മീശയുമായി എൻ്റെ അച്ഛനെയവിടെ കണ്ടു കരളു പുകഞ്ഞിട്ടമ്മ എൻ കവിളിൽ നൽകിയൊരുമ്മ എൻ കവിളിൽ നൽകിയൊരുമ്മ കരിവാളിച്ചൊരു മറുകുണ്ടാക്കിയ കാര്യമച്ഛനറിഞ്ഞു. ഇത് പണ്ടത്തെ കാലത്ത് സ്ഥിരമായിട്ട് മലയാളികൾ ഉണ്ടാകുന്ന അവസ്ഥയാണ്. വിദേശത്ത് ജോലി ചെയ്യാൻ പോകുന്ന അച്ഛൻ അല്ലെങ്കിൽ പല വേറെ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന അച്ഛൻ, അപ്പോൾ അമ്മ കുട്ടിയെ അച്ഛനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ പാരന്റൽ പ്രണയം. അപ്പോൾ കുട്ടിയുടെ മനസ്സിൽ അച്ഛനെക്കുറിച്ചുള്ള ഇമേജറിയാണ് കുട്ടി, അതുകൊണ്ടാണ് കുട്ടി തുമ്പിയോട് അങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഇതിൻ്റെ ഒരു സൗന്ദര്യം ഇത് ഒരുപക്ഷെ മലയാളികൾക്ക് പറ്റിയ പാട്ടായിരിക്കില്ല ഇന്നത്തെ കാലത്ത്. കാരണം നമ്മൾ വിദേശ മലയാളികൾ ഉണ്ടെങ്കിൽ പോലും അവർ യൂറോപ്പിലും എല്ലാം ഫാമിലി കുട്ടി അച്ഛനും അമ്മയും എല്ലാം ചേർന്നാണ് പോകുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഒരുപാട് അതിഥി തൊഴിലാളികളുണ്ട്. ഒരുപക്ഷെ അവരുടെ പ്രണയത്തിൻ്റെ ഒരു പാരന്റൽ പ്രണയത്തിൻ്റെ ഒരു പാട്ട് ഇന്ന് ഇതായിരിക്കും, തുമ്പി തുമ്പി വാവാ എന്ന പോലത്തെ പാട്ട്. അതിൽ പ്രത്യേകിച്ച് കുട്ടിക്ക് അമ്മ അച്ഛനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു, അച്ഛനില്ല. അപ്പോൾ അതിൽ നിന്ന് അച്ഛനെക്കുറിച്ചുള്ള ഇമേജറിയെക്കുറിച്ച് കുട്ടി വ്യാകുലപ്പെട്ട് പാടുന്ന ദുഃഖത്തോടെ പാടുന്ന ഒരു മനോഹരമായ പാട്ടാണ് കൂടപ്പിറപ്പിലെ വയലാറിൻ്റെ ആദ്യത്തെ സിനിമാ ഗാനം, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ. ഇത് മറ്റൊരു പാരന്റൽ പ്രണയത്തിൻ്റെ ഒരു പ്രണയവർണ്ണമാണ്. അടുത്ത പ്രണയവർണ്ണം അത് കുടുംബത്തിൽ പല പൊട്ടിത്തെറികളും ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. അതായത് അച്ഛനമ്മയും തമ്മിലുള്ള തർക്കങ്ങൾ, അല്ലെങ്കിൽ കൂട്ടുകുടുംബങ്ങളിൽ അത് വേറെയും ആൾക്കാർ കൂടെ താമസിക്കുന്നുണ്ടെങ്കിൽ അത് പലതരത്തിലേക്ക് മാറുന്നു. അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന വേളയിൽ വളരെ ടെൻസായിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും വീട്ടിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക, വളരെ ടെൻഷൻ ഉള്ള അവസ്ഥ. അങ്ങനെ വരുമ്പോൾ അത് ആദ്യം അതിൽ പ്രശ്നമുണ്ടാവുക കുട്ടികൾക്കാണ്. അപ്പോഴാണ് അവിടെ മറ്റൊരു പാരന്റൽ ടച്ച് വരുന്നത്. അതിമനോഹരമായൊരു പാട്ടുണ്ട് ലോഹിതദാസിൻ്റെ വാത്സല്യം എന്ന ലോഹിതദാസ് സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്ന സിനിമയിൽ. അതിൽ അതിമനോഹരമായ ഗാനം കേൾക്കുക.
താമരക്കണ്ണൻ ഉറങ്ങണമെന്ന ഗീത പാടുന്ന പാട്ട്. മമ്മൂട്ടിയാണ് അതിൽ അച്ഛൻ, ഗീത അമ്മ. അപ്പോൾ കുട്ടിയെ ഉറക്കുകയാണെങ്കിലും അതിന് തൊട്ട് മുമ്പ് നിങ്ങൾ ആ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, അതിൽ തൊട്ട് മുമ്പ് വളരെ മമ്മൂട്ടി വളരെ ക്ഷുഭിതനായി ഉള്ള ചില രംഗങ്ങളാണ് കാണിക്കുന്നത്. മമ്മൂട്ടിയുടെ പെങ്ങളെ ഒരു പ്രണയത്തിൻ്റെ പേരിൽ അടിക്കുക പോലും ചെയ്യുന്ന ഒരു രംഗമാണ് അവിടെ അതിന് മുമ്പ് തീർന്നിട്ടുള്ളത്. അപ്പോൾ വളരെ ടെൻസായിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ അമ്മ അന്ന് രാത്രി ആ സിറ്റുവേഷനെ ഒന്ന് മയപ്പെടുത്തുകയാണ് ആ പാട്ടിലൂടെ ചെയ്യുന്നത്. അതിമനോഹരമായ ചിത്രീകരണം. ആ ടെൻസായിരിക്കുന്ന സിറ്റുവേഷൻ എങ്ങനെ അത് മാറി മറിയുന്നു ആ ചിത്രീകരണത്തിൽ. കൊച്ചിൻ ഹനീഫയാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. അതിമനോഹരമായി ചിത്രീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു പാരൻ്റൽ പ്രണയത്തിൻ്റെ ഒരു വലിയ ഒരു സിറ്റുവേഷനാണ് നമ്മൾ വീട്ടിൽ ഉണ്ടാകുന്ന ചില പൊട്ടിത്തെറികൾ, ചില അവസ്ഥകൾ, ഭയാനകമായ ചില അവസ്ഥകൾ വരുമ്പോൾ കുട്ടികൾ പകച്ചു പോവുകയും ആ കുട്ടികളെ കൈകാര്യം ചെയ്യുന്ന തരത്തിലേക്ക് അമ്മയോ അച്ഛനോ പാടുന്ന ഒരു പാട്ടിൻ്റെ ചിത്രീകരണങ്ങൾ. ഇനി ഞാൻ ഇന്നത്തെ പുതിയ ജനറേഷനിലേക്ക് വരാം. അവർക്ക് ഇന്ന് കുട്ടികൾ വേണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരു ജനറേഷൻ കൂടിയാണിത്. പക്ഷേ അവരോട് എനിക്ക് പറയാനുള്ളത്, അത് സ്വകാര്യ തീരുമാനമാണെങ്കിൽ പോലും അതിമനോഹരമായ ഒരു പ്രണയ അനുഭൂതിയാണ് നമുക്ക് ആ തീരുമാനത്തിലൂടെ ഒരുപക്ഷെ നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് അത് അനുഭവിക്കണമെങ്കിൽ നിങ്ങൾ പാരൻ്റൽ പ്രണയത്തിൻ്റെ അനുഭൂതി ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ ഒരു പാരൻ്റൽ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. ഇനി അത് കുട്ടികൾ ഉണ്ടാവാത്ത ആൾക്കാരുമുണ്ട്. കുട്ടികൾ നിർഭാഗ്യവശാൽ കുട്ടികൾ വേണമെന്ന് ആഗ്രഹിക്കുന്നു ഇല്ലാത്തവർക്ക്. പക്ഷെ അവർക്കും ഈ പാരൻ്റൽ അവസ്ഥ ഇന്നത്തെ കാലത്ത് അഡോപ്ഷനിലൂടെയൊക്കെ സാധ്യമാണ്. ഞാൻ കഴിഞ്ഞ പ്രണയം മുത്തശ്ശി പ്രണയത്തെക്കുറിച്ചാണ് പറഞ്ഞത്. പക്ഷേ അതിൽ ചില ആൾക്കാർ അത് കണ്ട ഉടനെ തന്നെ എന്നോട് പറഞ്ഞു, അതിൽ നീ ഒരു പ്രധാനപ്പെട്ട ഒരു സിനിമ പറഞ്ഞിട്ടില്ല എന്ന്. ഏതാണ് ഇപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. മിന്നാമിന്നിങ്ങിൻ്റെ നുറുങ്ങുവെട്ടം എന്ന അതിമനോഹരമായ ഭരതൻ്റെ ചിത്രം. അത് ജോൺ പോളിൻ്റെ തിരക്കഥ, നെടുമുടി വേണുവും ശാരദയും അഭിനയിച്ചിരിക്കുന്ന രംഗം. അപ്പോൾ ഞാനത് എനിക്ക് അത് വിട്ടുപോയതിൽ വളരെ ഖേദിക്കുന്നു. ഞാൻ പക്ഷേ തിരിച്ച് സിനിമ അത് കഴിഞ്ഞ ശേഷം കണ്ടപ്പോൾ എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിരിക്കുകയാണ് ഇവിടെ. അതിലെ അതിമനോഹരമായ രംഗം കാണുക. ഞാൻ അമ്മയെന്നൊന്ന് വിളിച്ചോട്ടെ. മായമ്മ എന്നോട് ചോദിച്ചു കേട്ടോ മാഷ്? എന്നെ അമ്മയെന്ന് വിളിച്ചോട്ടെ എന്ന്. ആ സത്യം. എന്നിട്ട് ടീച്ചർ എന്ത് പറഞ്ഞു? എനിക്ക് ചങ്ക് പഠിച്ചു പോയി. ടീച്ചറെ അമ്മാന്ന് വിളിക്കുമ്പോ എന്നെ എന്താ വിളിക്ക? അച്ഛാന്നോ? വിളിക്കോ? വിളിക്കായിരിക്കില്ലേ? ഇവിടെ വയസ്സായിരിക്കുന്നവർക്ക് ഒരു കുട്ടിയെ കിട്ടുകയാണ്. കുട്ടിയെ കിട്ടുന്ന ഒരു രംഗമാണ് അവർ കാണുന്നത്. അപ്പോൾ അത് മുതിർന്ന കുട്ടിയാണ്. ഞാൻ അമ്മ എന്ന് വിളിച്ചോട്ടെ, ഞാൻ അച്ഛനെന്ന് വിളിച്ചോട്ടെ എന്ന് പറയുന്ന ആ രംഗം. അപ്പോൾ ഏത് പ്രായമല്ല ഇവിടെ പ്രശ്നം. ആ പാരൻ്റൽ ആവുന്ന ഒരു അവസ്ഥ, വേറൊരാൾ പ്രസവിച്ച് തന്നെ വരണമെന്നില്ല, അല്ലാത്തൊരവസ്ഥയിൽ ഞാൻ നിങ്ങളുടെ അമ്മയാണ്, നിങ്ങളെ അമ്മയെന്ന് വിളിച്ചോട്ടെ, അച്ഛനെന്ന് വിളിച്ചോട്ടെ എന്ന് പറയുന്ന ആ ഒരു മുഹൂർത്തവും ഈ പാരൻ്റൽ പ്രണയത്തിൻ്റെ ഒരു നാമ്പ് മുളയ്ക്കുന്ന ഒരു അതിമനോഹരമായ അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെയും സ്വന്തമായി കുട്ടികളില്ലാത്തവർക്കും ആ അനുഭൂതി അനുഭവിക്കാനുള്ള വളരെ സാഹചര്യമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളിപ്പോൾ സംസാരിച്ചത് ത്രിവേണി സംഗമം എന്ന സങ്കല്പത്തിൽ ഊന്നിയിട്ടുള്ള പാരൻ്റൽ പ്രണയം, ഏറ്റവും കൂടുതൽ സോഷ്യൽ ഒബ്ജക്റ്റീവോടുകൂടി നമ്മൾ പരിണാമ കാലഘട്ടത്തിൽ നമ്മൾ പ്രണയിക്കുന്ന പ്രണയാനുഭൂതി ഉണ്ടാകുന്ന പാരൻ്റൽ പ്രണയത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്.
തണലിൽ